ഞാൻ ഈ എപ്പിസോഡ് തോമാശ്ലീഹായെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദുഃഖാനയുടെ ദിവസം ഞാൻ പ്രത്യേകമായിട്ട് 3 കുർബാനകൾ 3 പള്ളികളിൽ കാണുകയുണ്ടായി. അപ്പോൾ 3 സ്ഥലത്തും പ്രസംഗങ്ങൾ നടന്നു, അത് കേട്ടു. തോമസുമാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അവിടെ കുറേ പേര് ആശംസകൾ പറഞ്ഞു. ഒരുപാട് ആശയങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ അതൊന്നുമല്ല നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ചില ആശയങ്ങൾ, അതിൽ ഒരു അധ്യാപകനായതുകൊണ്ടാവാം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത് സംശയങ്ങൾ ചോദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സാണ്. മനസ്സിലാവാത്ത കാര്യം എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിന് ഉദാഹരണമാണല്ലോ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമാശ്ലീഹ ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ എങ്ങനെയാണ് വഴി ഞങ്ങൾക്കറിയാം? ഈ സംശയം ചോദിച്ചതുകൊണ്ട് യേശുവിന് വലിയ ഒരു സത്യം വെളിപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. എന്താണ് ആ സത്യം? ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടി. പലപ്പോഴും ക്ലാസ്സുകളിലെ കുട്ടികൾ സംശയങ്ങളൊന്നും ചോദിക്കില്ല, മനസ്സിലാവാത്തത് ചോദിക്കില്ല. പകരം പുറത്ത് പോയിട്ട് അപ്പനോട്, അമ്മയോട്, കൂട്ടുകാരോട്, മറ്റുള്ളവരോടൊക്കെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. തെറ്റായ ഒരു രീതിയാണ്. അവരോട് പറഞ്ഞിട്ട് അവരത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമോ? ഒരിക്കലുമില്ലല്ലോ. അവരെ കൊണ്ട് പറ്റില്ല അത്. അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് നമ്മൾ തന്നെ ക്ലാസ്സിൽ പറയേണ്ടതാണ്. പുറത്ത് വന്ന അധ്യാപകനോട് രഹസ്യമായി ചോദിച്ച് മനസ്സിലാക്കുക, അതും നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ നല്ലത് ക്ലാസ്സിൽ തന്നെ ചോദിക്കുന്നതാണ്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഈ രീതി അവലംബിക്കേണ്ടതാണ്. ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ പറയും, ക്ലാസ്സിൽ ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകന് സമയം നഷ്ടപ്പെടില്ലേ? ക്ലാസ് റൂം ടൈം കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ അത് വേറെ തരത്തിൽ ഉപയോഗപ്പെടുത്താതിരുന്നാലല്ലേ പറ്റുള്ളൂ? അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷേ അതിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ സംശയം ചോദിച്ച കുട്ടി, ആ കുട്ടിക്ക് മാത്രമല്ല സംശയം ഉണ്ടാവുക, വേറെയും പലർക്കും സംശയം ഉണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ ആ സംശയ നിവാരണം ലഭിക്കുന്നു. ചിലപ്പോൾ ഈ സംശയം അധ്യാപകൻ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അധ്യാപകന് ഒരു പക്ഷേ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം പിന്നീട് അത് റെഫർ ചെയ്ത് ഉത്തരം പറഞ്ഞു കൊടുക്കും. അതിനൊരു അഡ്വാൻറ്റേജ് എന്താണെന്നോ, ഇനി അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ ഈ പോയിൻ്റ് കൂടി പറഞ്ഞിട്ടേ പോകുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പറയാനുള്ള കാര്യം ഇതാണ്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ഒരു അവകാശമാണ്. അതുകൊണ്ട് ഒരുപാട് നന്മകളുണ്ടാവും. ഒന്ന്, ക്ലാസ്സിലെ കുട്ടികൾക്ക്; 2, പഠിപ്പിക്കുന്ന അധ്യാപകന് ഉപകാരം ഉണ്ടാവും. രണ്ടാമത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയ, നമ്മൾ പറയും ശ്ലീഹാന്മാരിൽ യാക്കോബ് ശ്ലീഹയാണ് ആദ്യത്തെ രക്തസാക്ഷി, സെയിൻറ്റ് സ്റ്റീഫനാണ് ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് രക്തസാക്ഷിത്വം തുടങ്ങുന്നത് മനസ്സിലാണ്, രക്തസാക്ഷിത്വം പൂർണ്ണമാകുന്നതും മനസ്സിലാണ്. ഒരു മനസ്സുകൊണ്ട്
ഒരുങ്ങിയിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് അത് മരണം വരാം, പക്ഷേ അത് രക്തസാക്ഷിത്വമാകണമെന്നില്ല. ലാസറിൻ്റെ അടുത്തേക്ക് പോകേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ തടസ്സം പറഞ്ഞു. അവർ നിന്നെ കൊല്ലാനായിട്ട് നോക്കിയിരിക്കുകയാണ്, അപ്പം നീ അങ്ങോട്ട് പോകണ്ട. അപ്പോഴാണ് തോമസ് ലീഗ പറയുന്നത്, നമുക്ക് പോവാം, നമുക്ക് അവനോടൊപ്പം മരിക്കാം. അപ്പോൾ മനസ്സിൽ രക്തസാക്ഷിത്വം വരിച്ചു കഴിഞ്ഞു. തോമസ് ലീഗയാണ് ആദ്യമായിട്ട് മനസ്സിൽ രക്തസാക്ഷിത്വം വരിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ രക്തസാക്ഷി തോമസ് ലീഗയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും ഡിനൈ ചെയ്യാതെ തന്നെ ആ ഒരു സംഭവം ഒരു കാര്യവും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ശിഷ്യന്മാരിൽ ഏറ്റവും അധികം ധൈര്യമുണ്ടായിരുന്ന വ്യക്തി അത് തോമസ് ലീഗയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് അവൻ്റെ ഒപ്പം പോകാം, മരിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടും തോമസ് ലീഗ ആയിരുന്നു മുന്നിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യോഹന്നാനെക്കുറിച്ച് പറയുന്നുണ്ട്, യേശു ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു തോമസ് ലീഗയാണ് ഏറ്റവും അധികം യേശുവിനെ സ്നേഹിച്ചത് എന്ന്. അത് യേശുവിൻ്റെ ഒരു വാചകം ഉദ്ധരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. യേശു പറഞ്ഞു, സ്നേഹിതന് വേണ്ടി സ്വജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. അപ്പോൾ യേശുവിന് വേണ്ടി തൻ്റെ ജീവൻ ത്യജിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അധികം യേശുവിനെ സ്നേഹിച്ച വ്യക്തി. വേറെ ആരും പറഞ്ഞില്ല നമുക്ക് പോയി മരിക്കാമെന്ന്. അപ്പോൾ ജീവൻ പോലും കൊടുക്കാൻ, യേശുവിന് വേണ്ടി കൊടുക്കാൻ തോമസ് ലീഗ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും ധൈര്യശാലിയായിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ യേശു മരിച്ചതിന് ശേഷം എല്ലാവരും പേടിച്ചരണ്ട് മുറിയിൽ കതകടച്ചിരുന്നപ്പോൾ തോമസ് ലീഗ മാത്രം പുറത്തു പോയിരുന്നു. ഒരു പക്ഷേ വല്ല സാധനങ്ങൾ വാങ്ങാനോ ഒക്കെ ആകാം, അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ. മറ്റുള്ളവരാരും യഹൂദരെ ഭയപ്പെട്ട് പുറത്തു പോകാൻ ആകാതിരുന്ന അവസരത്തിൽ തോമസ് ലീഗ അതിനുള്ള ധൈര്യം കാണിച്ചു. അങ്ങനെ പുറത്തു പോയൊരവസരത്തിലാണ് യേശു ശിഷ്യന്മാരെ സന്ദർശിക്കാനായിട്ട് വരുന്നത്. എന്തുകൊണ്ട് യേശു ആ അവസരം തിരഞ്ഞെടുത്തു? ഇതെനിക്ക് ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ വരികയാണ്. യേശുവിന് അറിയാമല്ലോ തോമസ് ലീഗ ഇല്ല, അവിടെ ഇല്ല, ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തോമസ് ലീഗ ഇല്ല എന്ന് യേശുവിനറിയാം. ഉയർത്തെഴുന്നേറ്റ യേശുവിന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ എന്തുകൊണ്ട് യേശു ആ സമയം തിരഞ്ഞെടുത്തു? നമ്മളിങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിച്ചാൽ എപ്പോഴെങ്കിലും ഉത്തരം പരിശുദ്ധാത്മാവ് തരും. അങ്ങനെയാണ് എൻ്റെ അനുഭവം. നമുക്കൊരു പക്ഷേ പുസ്തകത്തിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല, വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ കിട്ടിയെന്ന് വരാം. നമുക്ക് തന്നെ നമ്മൾ വളരെ തീക്ഷണമായി ആഗ്രഹിച്ചാൽ നമുക്ക് തന്നെ പരിശുദ്ധാത്മാവ് എല്ലാം വെളിപ്പെടുത്തി തരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇവരോടൊക്കെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നടക്കുക, അതൊന്നും അല്ല ചെയ്യേണ്ടത്. ഒരിക്കലും പാടില്ല. സംശയങ്ങളുണ്ടാവാം. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവാത്ത എത്ര കാര്യങ്ങളാണ് ഉള്ളത്. അതൊക്കെ തെറ്റാണെന്ന് പറയുകയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. തമ്പുരാനോട് ചോദിക്കണം. ദൈവപ്രചോദിതമായിട്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. അപ്പോൾ അതൊക്കെ അർത്ഥമുള്ളതാണ്, മൂല്യമുള്ളതാണ്. ഇതിൻ്റെ മൂല്യം എന്താ, ഇതിൻ്റെ അർത്ഥം എന്താ, എനിക്ക് ഇപ്പോൾ അറിയില്ല. ചോദിക്കാനായിട്ട് ഇത് എഴുതിയ ആളോട് തന്നെയല്ലേ ചോദിക്കാൻ പറ്റുക. എഴുതിയ ആളാരാണ്? ലൂക്കായോ മത്തായിയോ മാർക്കോസോ യോഹന്നാനോ ഒന്നും അല്ല. ഇത് എഴുതിയത് പരിശുദ്ധാത്മാവാണ്. എല്ലാ വാക്കുകളും പറഞ്ഞു കൊടുത്ത് എഴുതിച്ചത് പരിശുദ്ധാത്മാവാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംശയം വരുമ്പോൾ എഴുതിയ ആളോട് തന്നെ ചോദിക്കണം, ഗ്രന്ഥകർത്താവിനോട് ചോദിക്കൂ. നമ്മളത് ചോദിക്കില്ല പലപ്പോഴും. ഗ്രന്ഥകർത്താവിനോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് യേശു ആ സമയം തിരഞ്ഞെടുത്തത് എന്നാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, യേശു എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സ്വോദ്ദേശമാണ്. എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ പുറകിലുണ്ടാവും. യേശുവിൻ്റെ ഒരു ഉദ്ദേശം നിറവേറ്റാനുണ്ടാവും. അപ്പോൾ ഇവിടെയും ഒരു ഉദ്ദേശം നിറവേറ്റാനുണ്ട്. അതെന്താണ് എന്നാണ്. ഉത്ഥാനത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. യേശു ഉത്ഥാനം ചെയ്തോ ഇല്ലയോ വിശ്വസിക്കാത്ത എത്ര ആളുകളാണ്? ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു സെക്റ്റ് തന്നെയുണ്ട്. യേശു വന്നിട്ടില്ല, മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നൊക്കെയുള്ള. യേശുവിൻ്റെ ജീവിതത്തിൽ 4 കാര്യങ്ങളാണ്. 1 ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. 4 ഘട്ടങ്ങളാണ്: ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്. അതിൽ ജീവിതത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല, മരണത്തെക്കുറിച്ചും ആർക്കും സംശയമില്ല. ജനനത്തെക്കുറിച്ച് ചിലരൊക്കെ സംശയിക്കുന്നുണ്ട്, ഇത് എങ്ങനെയുള്ള ഒരു എന്നൊക്കെ. അതുപോലെ മരണത്തെക്കുറിച്ചും സംശയിക്കുന്നുണ്ട്, ആദ്യവും അവസാനവും രണ്ടിനെയും കുറിച്ചും ഉണ്ട്. അതിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഉള്ള ആ കാര്യം, അതാണ് അവസാന ഭാഗം. അതിനെക്കുറിച്ചാണ് സംശയമുള്ളത്. ആ ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തു എന്നുള്ളത് അരക്കിട്ട് ഉറപ്പിക്കണം എന്ന് യേശുവിന് ആഗ്രഹമുണ്ടാവും. ഞാനങ്ങനെ വിചാരിക്കണേ. അതുകൊണ്ട് തോമസ് ലീയ ഇല്ലാത്ത നേരം നോക്കി വന്നു. തോമസ് ലീയയുടെ സ്വഭാവം യേശുവിനറിയാം. 3 കൊല്ലം കൂടെ നടന്ന ആളല്ലേ. അപ്പം കൃത്യമായിട്ട് സ്വഭാവം അറിയാം. ഒരു കാര്യം, ഇത്രയധികം ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അധികം സ്നേഹിച്ച, യേശുവിനെ സ്നേഹിച്ച ശിഷ്യൻ തോമസ് ലീയ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കാരണവും ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇത്രയേറെ സ്നേഹിച്ചിട്ട് ഞാൻ ഇല്ലാത്ത നേരത്ത് എന്തുകൊണ്ട് വന്നു? വാശി പിടിക്കും, എനിക്ക് കാണണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ ശിഷ്യന്മാരും ഉള്ളപ്പോൾ യേശു പ്രത്യക്ഷപ്പെടുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ഒരു അഡീഷണലായിട്ടുള്ളൊരു തെളിവ്, അതൊരു ഉറപ്പിക്കുന്ന തെളിവ്, ഉറപ്പിക്കുന്ന കാര്യം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പലർക്കും പ്രത്യക്ഷപ്പെട്ടു, അവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ ശിഷ്യന്മാരും ഉള്ളപ്പോൾ ഒരിക്കൽ കൂടി അങ്ങനെ സംശയിച്ചതിന് ശേഷം അത് ബോധ്യപ്പെടുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു തികച്ചും യാഥാർത്ഥ്യമാണ് എന്ന് സംശയങ്ങൾക്ക് ഇടയില്ലാതെ തെളിയിക്കുവാൻ യേശുവും ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി തോമസ് ലീഗ ഇല്ലാത്ത ഒരവസരത്തിൽ ആദ്യം വരികയും തോമസ് ലീഗയുടെ വാശിക്ക് മുന്നിൽ തോമസ് ലീഗയോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായി മാത്രമല്ല, ഇത് അരക്കിട്ട് ഉറപ്പിക്കാൻ കൂടി വേണ്ടി യേശു രണ്ടാമത് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഉയർത്തെഴുന്നേൽപ്പാണ് യേശുവിൻ്റെ ക്രിസ്ത്യാനിറ്റിയുടെ കാതലായിട്ടുള്ളത്. ക്രിസ്ത്യാനിറ്റിയുടെ കാതൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും കൂടി യേശു ആ അവസരം ഒന്നുകൂടി ഉപയോഗപ്പെടുത്തുകയാണ്. യേശു പറയുന്നുണ്ട്, കണ്ടതുകൊണ്ടാണ് തോമസ് ലീഗ വിശ്വസിച്ചത്, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കുന്ന എല്ലാവരും എന്നല്ല, വിശ്വസിക്കുന്നവരൊക്കെ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ കാണാതെയാണ്. അവർ ഭാഗ്യവാന്മാരാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഏവനും ഭാഗ്യവാനാണ് എന്ന് യേശു പറയുകയാണ് ചെയ്യുന്നത്. താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നത് ഒരു ഭാഗ്യവാന്മാരാണ് എന്ന്. പള്ളികളിലൊക്കെ തൂങ്ങപ്പെട്ട രൂപമാണ് കാണുന്നത്. തൂങ്ങപ്പെട്ട രൂപം, ക്രൂസിഫിക്സ്. വാസ്തവത്തിൽ ക്രിസ്ത്യാനിയുടെ ജീവിതം കുരിശിലല്ല അവസാനിക്കുന്നത്, അത് ഉയർത്തെഴുന്നേൽപ്പിലാണ് അവസാനിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ലൂർദ് പള്ളിയുടെ അൾത്താര പുതുക്കി പണിയുന്ന അവസരത്തിൽ ഞാൻ ഒരിക്കൽ വികാരിയച്ഛനെ എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നപ്പോൾ ഞാൻ വികാരിയച്ഛനെ കണ്ടിങ്ങനെ പറയുകയുണ്ടായി. യേശു ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പടം അൾത്താരയിൽ സ്ഥാപിക്കാനായിട്ട് കഴിയുമോ? അപ്പം അച്ഛൻ പറഞ്ഞു അതിൻ്റെ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി മാറ്റാൻ പറ്റില്ല. മാഷ് പറഞ്ഞത് വളരെ ശരിയാണ്. അതിൻ്റെ ക്രക്സ്, എസൻസ് അത് ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. കുരിശിൽ കിടക്കുന്ന രൂപമാണ് നമ്മളെല്ലാവരും കാണുന്നത്. എനിക്കെന്തുകൊണ്ടോ ഇങ്ങനെ തോന്നിയിരുന്നു, അതല്ലല്ലോ വേണ്ടേ. ഒരു പക്ഷേ അതിൻ്റെ മുകളിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു പടം അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാകുന്നത് ഉചിതമല്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്ത്യാനിറ്റിയുടെ കാതൽ. അതിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് യേശു വീണ്ടും വാശി പിടിച്ച തോമാസ് ലീഹായുടെ മുൻപിൽ കൂടി പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി തോമാസ് ലീഹായുടെ പാർട്ട്, ഒരു വലിയൊരു പാർട്ട് കൂടി അവിടെ വരുന്നുണ്ട്. കണ്ട വഴിക്ക് പോയി വിരലിട്ട് നോക്കുകയൊന്നും അല്ല ചെയ്തത്. പാർശ്വത്തിൽ കൈവയ്ക്കുകയോ, ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ട്. എനിക്കൊരു പടം ഒരാൾ സമ്മാനം തന്നതാണ്. അത് യേശുവിൻ്റെ പാർശ്വത്തിൽ തോമാസ് ലീഹാ ഇങ്ങനെ വിരൽ കൊണ്ടുപോയി വിടുന്ന ഒരു പടം എനിക്ക് ഒരാൾ സമ്മാനമായിട്ട് തന്നായിരുന്നു. പക്ഷേ അവിടെ ബൈബിളിൽ അങ്ങനെ തോമാസ് ലീഹാ പോയി വിരലിട്ട് നോക്കി എന്നൊന്നും എഴുതിയിട്ടില്ല. യേശുവിനെ കണ്ട് യേശു ഇത്രയും പറഞ്ഞ ആ സമയത്ത് ഉടനെ തന്നെ തോമാസ് ലീഹാ പറയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് എനിക്ക് ഒരുപാട് നാൾ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വാചകമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ കർത്താവും ദൈവവും ഒന്ന് തന്നെയല്ലേ. പിന്നെ എന്താ ഈ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അങ്ങനെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുള്ളതൊക്കെ തമ്പുരാനോട് ചോദിക്കുക. തമ്പുരാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഉത്തരം തരും. നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഉത്തരം തരും. അതിപ്പോൾ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തോളണം എന്നൊന്നും ഇല്ല. അവർക്ക് വേണ്ടത് അവിടുന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കും. ഞാനതിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഉയർത്തെഴുന്നേറ്റു എന്ന് ബോധ്യമായി. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ഒരു മനുഷ്യന് കഴിയില്ല. ഒരു മനുഷ്യന്, മരിച്ച മനുഷ്യന് തന്നെത്താൻ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തോമാസ് ലീഹാ ഉടനെ മനസ്സിലാക്കി, ഇത് ഞാൻ ഈ കാണുന്ന ആൾ അപ്പുറത്ത് ദൈവമാണ്. അതാണ് എൻ്റെ ദൈവമേ. കണ്ടപ്പോൾ മനസ്സിലായി, ഇത് എൻ്റെ കൂടെ 3 കൊല്ലം ഉണ്ടായിരുന്ന പൂർണ്ണ മനുഷ്യനെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആൾ, എൻ്റെ നാഥൻ, മൈ ലോർഡ്, എൻ്റെ നേതാവ്, 3 കൊല്ലം എൻ്റെ നേതാവായി എന്നെ നയിച്ചു കൊണ്ടിരുന്ന ആ യേശുവാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് മൈ ലോർഡ്, എൻ്റെ കർത്താവേ. എന്നെക്കൊണ്ടെല്ലാം ഇതുവരെ ചെയ്യിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ വ്യക്തി, കർത്താവ്, കർമ്മം ചെയ്യുന്നവനാണല്ലോ കർത്താവ്. അപ്പം എൻ്റെ കർത്താവേ എന്ന് ആദ്യം വിളിച്ചു. എൻ്റെ കൂടെ, മൈ ലോർഡ്, എൻ്റെ കൂടെ നിന്നിരുന്ന, ഈ 3 കൊല്ലം എന്നെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത, എന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത എൻ്റെ കർത്താവേ, മൈ ലോർഡ്. ഓ, നീ എൻ്റെ ലോർഡ് മാത്രമല്ലല്ലോ, ഉയർത്തെഴുന്നേറ്റവനല്ലേ നീ. അത് ദൈവത്തിന് മാത്രമല്ലേ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നടന്നിരുന്ന ആ വ്യക്തി ദൈവവും കൂടി ആയിരുന്നു. ആ 2 വാക്കുകൾ ഒരുപാട് അധ്യായങ്ങൾ എഴുതി ചേർക്കാൻ പറ്റുന്നത് എനിക്ക് വാക്കുകൾ കിട്ടാഞ്ഞിട്ടാണ്. എനിക്കൊരു പക്ഷെ തോന്നുന്നു, നല്ല ഒരു കഴിവുള്ള ഒരു വ്യക്തിക്ക് അധ്യായങ്ങളാക്കി അതിനെ മാറ്റാൻ കഴിയുമെന്നാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഞാൻ ഇത്രയും നാൾ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് വിചാരിച്ചിരുന്ന ആ യേശു മനുഷ്യൻ മാത്രമല്ല, അവിടുന്ന് ദൈവവും കൂടിയാണ്. മനുഷ്യന് തന്നെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. തന്നെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവൻ ദൈവമാണ്.
അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് തോമാസ് ലീഗ പ്രഖ്യാപിക്കുന്ന ഭാഗമാണത്. എനിക്കത് ഏറ്റവും ശക്തമായ ഒരു മെസ്സേജായിട്ട് തോന്നി. ഞങ്ങളെ 12 പേരെയും മറ്റു ശിഷ്യന്മാരെയും ഒക്കെ നയിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിച്ചിരുന്ന യേശു പൂർണ്ണ മനുഷ്യനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ കഴിവുകളുമുള്ളൊരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അവിടുന്ന് പൂർണ്ണ ദൈവവുമാണ്. എന്നാണ് എനിക്ക് കിട്ടിയ വേറൊരു ആശയം. തോമാസ് ലീഗയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സംശയങ്ങളുണ്ട്. തോമാസിന് സംശയം, ഡൗട്ടിങ് തോമാസ് എന്നൊക്കെ അവിടെ ഓരോരുത്തരും ഇങ്ങനെ പറയാം. തോമാസിന് അങ്ങനെ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയമൊന്നുമല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്, സംശയിക്കുന്നു എന്നൊക്കെ. സക്കറിയാസ് സംശയിച്ചു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടില്ല. സക്കറിയാസ് സംശയിക്കുകയൊന്നും അല്ല ചെയ്തത്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു അടയാളം കൊടുക്കുകയായിരുന്നു അവിടെ ചെയ്തത്. സക്കറിയാസ് ഊമനായി തീർന്നത് അവിശ്വാസം കൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയണേ, അവിശ്വാസം കൊണ്ടൊന്നും അല്ല, സംശയിച്ചത് കൊണ്ടൊന്നും അല്ല. ദൈവം ഒരു അടയാളം കൊടുക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലാണ് എന്ന് മറ്റ് മനുഷ്യർ മനസ്സിലാക്കണം. അതാണ് ഒരു അടയാളം അവിടെ കൊടുക്കുന്നത്. അങ്ങനെയാണ് അവൻ ഊമനായി തീരുന്നത്. ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ പേരിടുന്നതോടുകൂടി ഊമനല്ലാതായി തീരുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അടയാളങ്ങൾ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സംശയമൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തോമാസ് ലീഗയുടെ ജീവിതം വാസ്തവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകേണ്ടതാണ്.